ഇതിൻ്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്രയും നാൾ ഈ ബോളിൽ എയർ ഇല്ലാണ്ട് ചുമ്മാ അവിടെ ഇവിടെ കിടക്കായിരുന്നു. ഇന്നിപ്പോൾ ദേ ചാച്ചൻ ഇതിൽ ഫുൾ എയർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബോൾ കാരണം ഈ വീട്ടിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് സലൂണിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെ വരണുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏതമോൻ ആദ്യമേ പറഞ്ഞു ഞാൻ വരണില്ല എന്നുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് ചാച്ചനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ല, പിന്നെ ഡോണുവിനെയും കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം രണ്ടുപേരെയും കൂടി റൂമിലാക്കി പോയി കഴിഞ്ഞാൽ ഒരു അടി ഉറപ്പാണ് കേട്ടോ. ചാച്ചനാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഗേൾസും ബോയ്സിനും ഒരു പ്രത്യേകത ഉള്ളത്, മിറർ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ. അങ്ങനെ ഇവർ എന്നെ സലൂണിലാക്കിയിട്ട് പപ്പയും മോനും കൂടി ഇതേ കറങ്ങാൻ പോയിട്ടോ. ഏതപ്പനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ കളറായാനെ. പക്ഷെ ആ ചെക്കന് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് അവൻ എണീറ്റപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വരണുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് വരണില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പപ്പ മോനും കൂടിയുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എവിടെ പോയാലും വാലായിട്ട് ഞാൻ ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിള്ളേരെക്കാളും വലിയ പിള്ളകളിയാണ് പപ്പയ്ക്കുള്ളത്. അത് കാരണം പിന്നെ ഇവർ രണ്ടുപേരും അങ്ങ് ഒരുമിച്ച് അങ്ങ് പോയിക്കോളും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. ഡോണുവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാച്ചൻ എങ്ങാനും ഡ്രസ്സ് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് ചെരുപ്പിട്ടിട്ട് വാ പോവാം ഞാനുണ്ട് എന്ന് പറയും. അവൻ അങ്ങനെ സംസാരിക്കാനൊന്നും അധികം തുടങ്ങിയിട്ടില്ല. എന്നാലും അവൻ്റെതായിട്ടുള്ള ഭാഷയിൽ ഞാൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴേ നമുക്ക് മനസ്സിലാവും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്കൻ ഇങ്ങനെ നിൽക്കണേന്നുള്ളത്. അങ്ങനെ പപ്പയും മോനും കൂടി എന്തോ വലിയ കാര്യത്തിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോൺ എന്തോ വലിയ കാര്യത്തിലാണ് ബുക്കൊക്കെ പിടിച്ചിട്ട് മെനു കാർഡൊക്കെ പിടിച്ചിട്ട് നിൽക്കണതേ. ഏതമോനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഡോണുവിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇച്ചിരി ഓട്ടവും ചാട്ടവും വികൃതിയും കൂടുതൽ ഡോണുവിനാണ് ഏതപ്പനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അവര് വലിയ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡോണു ഈ ചോക്ലേറ്റ് മാത്രമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുന്നത്. എന്നിട്ട് ഞാൻ ചാച്ചനോട് ചോദിക്കുകയും ചെയ്തു കേട്ടോ ചോക്ലേറ്റ് മാത്രമാണോ കഴിച്ചതെന്നുള്ളത്. അപ്പൊ ചാച്ചൻ പറഞ്ഞേ ഇല്ല കുറച്ചൊക്കെ വയറ്റി ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോണു അങ്ങനെ ഇപ്പോഴും ഫുഡൊന്നും അധികം കഴിച്ചൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഏതമോനായാലും അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ടായിരിക്കാം. ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെ പഠിച്ച് ഒക്കെ വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ചെക്കന്മാർക്ക് ഉണ്ടാവുമായിരിക്കും. പിള്ളേരല്ലേ, നമുക്ക് തന്നെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഡോണു ചാച്ചനെയും കൊണ്ട് നല്ല ഓട്ടോ ഓടിപ്പിക്കുന്നതാണ് കേട്ടോ. ഇച്ചിരി കുറുമ്പ് അവന് കൂടുതലായതുകൊണ്ട് തന്നെ ഇവന്റെ പിന്നാലെ ഓടി നമുക്ക് മടുക്കും. എനിക്ക് തന്നെ ഇടയ്ക്ക് മടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അവന്റെ വൈബിനൊത്ത് ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ചെക്കന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ പപ്പേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പപ്പയുടെയും മോന്റെയും ഡേറ്റിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.